വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും 2 SUV കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 240 മീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും, കാക്കനാടേക്ക് 10 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും, റെയിൽവേ സ്റ്റേഷനിലേക്ക് 14 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 11 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 23 കിലോമീറ്ററും, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 3.6 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു മനോഹരമായ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ ബോക്സി എലിവേഷൻ ആണ് വന്നിരിക്കുന്നത്. ടെക്സ്ചർ വർക്കും പെർമനന്റ് ഗ്ലാസ് വിൻഡോസും 2-way ലൈറ്റ്, സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4-way ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടാണ് ഈ SUV കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. 2 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് 3 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഈ ഒരു ഭാഗത്ത് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനായിട്ടുണ്ട്. 2-വീലർ പാർക്കിങ്ങിനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഈ ഒരു ഭാഗത്ത് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. നോർത്ത് സൈഡിലായിട്ട് 4 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ബാക്കിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയ ആണ്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ടും ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിന് 4-5 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റ പളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് മെയിൻ ഡോറിന് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ഈ ഒരു പാസേജിലേക്കാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ ഭംഗിയുള്ള വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഡെക്ക സ്പേസ് നൽകിയിട്ടുണ്ട്. സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു പാസേജിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് 2 വലുപ്പമുള്ള സിംഗിൾ ഡോർ വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. ഭംഗിയായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സ്പേസ് വരുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസും ബാക്ക്ഗ്രൗണ്ടിൽ സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ LED സ്പോട്ട് ലൈറ്റും ലൂവഡ് ഡിസൈനുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റും ഡെക്ക സ്പേസും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. വെസ്റ്റിലേക്ക് താഴെയും മുകളിലുമായിട്ട് വലുപ്പമുള്ള വിൻഡോകൾ തന്നെ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസിനുള്ള പോർഷൻ വരുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ കൊടുത്ത് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഡൈനിങ് വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ളൊരു മിററൊക്കെ ചെയ്ത് പാനലിംഗ് വർക്ക് ചെയ്ത് വളരെ മനോഹരമായ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും വീഗാർഡിൻ്റെ സ്വിച്ചസും അതുപോലെ തന്നെ ഫ്ലോറിംഗായിട്ട് ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളുമാണ് വന്നിരിക്കുന്നത്.
ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഭംഗിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡക്ക സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ഡക്ക സ്പേസ് ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിൻ്റെ താഴെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റ് ഒക്കെ ഈ ഒരു കൗണ്ടർ സ്പേസിനോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എക്സ്ട്രാ സ്റ്റോറേജും ഇവിടെയായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിനുള്ള സ്പേസും വരുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ LED സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു മെയിൻ കിച്ചൺ കൂടാതെ നമുക്ക് ഇവിടെയായിട്ട് ഒരു വർക്ക് ഏരിയ കൂടി ലഭിക്കുന്നുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടർ സ്പേസ് നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ലഭിക്കുന്നുണ്ട്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും നമുക്ക് ഗ്രിൽ വിൻഡോസും വരുന്നുണ്ട്. ഇത് കൂടാതെ നോർത്ത് സൈഡിലായിട്ട് വളരെ സ്പേഷ്യസ് ആയ ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിന്റും വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയ സ്പേസും ഫുള്ളി കവർ ചെയ്ത് ഗ്രിൽ ഡോറോട് കൂടിയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് ഒരു UPVC പെർമനന്റ് ഗ്ലാസ് വിൻഡോയുമാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലെല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും അതിനോട് ചേർന്ന് തന്നെ ഒരു ലാപ്ടോപ്പ് ടേബിളും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. മറ്റു ബാത്റൂമിലെ പോലെ തന്നെ ഇവിടെയും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകി സീലിംഗിൽ സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറും ഡക്ക സ്പേസും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ ഈ ഒരു പാസേജിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് സ്റ്റഡി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു പാസേജിൻ്റെ ഒരു കോർണറായിട്ട് മാറി നമുക്കൊരു ലാപ്ടോപ്പ് ടേബിൾ ലഭിക്കുന്നുണ്ട്. മുകളിലായിട്ടൊരു ബുക്ക് ഷെൽഫും വരുന്നുണ്ട്. പിന്നീട് നമ്മൾ പോകുന്നത് ലിവിങ് സ്പേസിലേക്കാണ്, അതായത് അപ്പർ ലിവിങ്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു ലാപ്ടോപ്പ് ടേബിളും സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിന് സൗത്തിലേക്കും ഈസ്റ്റിലേക്കും വലുപ്പമുള്ള വിൻഡോകളൊക്കെ നൽകി ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 15 അടിയോളം നീളവും 12 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയുമാണ് വരുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. ഇത് കൂടാതെ ഓപ്പോസിറ്റ് സൈഡിൽ വലുപ്പമുള്ള വാൾഡ്രോബും ലാപ്ടോപ്പ് ടേബിളും ബുക്ക് ഷെൽഫും എല്ലാം നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു എക്സ്ട്രാ വിശാലമായ ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്ക് ഒരു പെർമനന്റ് UPVC വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡിലെ വിൻഡോ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി ലാപ്ടോപ്പ് ടേബിളും അതുപോലെ തന്നെ വലുപ്പമുള്ളൊരു വാൾഡ്രോബും വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു എക്സ്ട്രാ ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിന്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു സ്റ്റഡി റൂമിന് നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 2 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്റ്റഡി റൂം നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ഓഫീസ് റൂമോ ഗസ്റ്റ് റൂമോ ഒക്കെ ആക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. യൂട്ടിലിറ്റി സ്പേസിലും വാഷിംഗ് മെഷീനുള്ള പോയിന്റും വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രിൽ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് ഈ ഒരു ബാൽക്കണിയിൽ നൽകിയിരിക്കുന്നത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിലിന് പുറത്തായിട്ട് നമുക്കൊരു എക്സ്ട്രാ സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കവിടെ എല്ലാം തന്നെ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും 2 SUV കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.